സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് CAG. 131-ൽ 77 എണ്ണം നഷ്ടത്തിൽ, 44 എണ്ണം സമ്പൂർണ്ണമായി തകർന്നെന്നും 18 എണ്ണം അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിലെന്നും കണ്ടെത്തൽ. ഓഡിറ്റിനായി KSRTC കണക്കുകൾ നൽകുന്നില്ലെന്നും CAG. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. ഇടതു സർക്കാരിന്റെ പുതുകാൽവെപ്പെന്ന് മന്ത്രി R. ബിന്ദു. സർക്കാർ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷം. കേരളത്തെ 10 വർഷം പുറകോട്ടടിച്ചെന്നും വിമർശനം. ADGP-MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സാവകാശം തേടി വിജിലൻസ്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 45 ദിവസം വേണമെന്ന് കോടതിയിൽ വിജിലൻസ്. ഹർജി മെയ് 6-ന് വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. ജലവിഭവ വകുപ്പിന് കീഴിലെ ഡാമുകളിൽ ബഫർ സോൺ നടപ്പാക്കിയ ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം ഉത്തരവ് പരിഷ്കരിക്കും. മന്ത്രിയുടെ മറുപടി: ഉത്തരവ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്. മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. പൊതുസ്ഥലത്തെ പ്രചരണ പരിപാടികൾക്ക് ഫീസ് ഈടാക്കാൻ സർക്കാർ. ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി MP രാജേഷ്. പ്രചരണം നിയമവിധേയമായ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമെന്നും മന്ത്രി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. അന്വേഷണം ആവശ്യപ്പെട്ട് IBക്കും പേട്ട പോലീസിനും പരാതി നൽകി. മരണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മേഘ ജീവനൊടുക്കിയത് ഇന്നലെ ട്രെയിനിന് മുന്നിൽ ചാടി. കല്ലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്ക് ക്ലീൻ ചിറ്റ്. GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. സംഘാടകരായ മൃദംഗ വിഷ്ണു ഗുരുതര വീഴ്ച സംഭവിച്ചു. കേസിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക ഉച്ചകഴിഞ്ഞ് 3:30. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികൾ. പോത്തുണ്ടി സ്വദേശി സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് ജനുവരി 27-ന്. തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെടുത്തു. വാനിന്റെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ രക്തക്കറ. കൊലപാതകത്തിനു ശേഷം പ്രതികൾ വാഹനം കഴുകി തെളിവ് നശിപ്പിച്ചെന്നും പോലീസ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം തുടർന്ന് ബാർ അസോസിയേഷൻ. കോടതി നടപടികൾ ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് ബാർ അസോസിയേഷൻ. ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുന്നു. ജഡ്ജിയുടെ വീട്ടിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പരിശോധിക്കും. യാക്കോബായ സഭാധ്യക്ഷനായി ജോസഫ് മാർ ഗിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഇന്ന് ചുമതലയേൽക്കും. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശുശ്രൂഷകൾ ഇന്ത്യൻ സമയം രാത്രി 7:30-ന്. പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികനാകും. പ്രാർത്ഥനയോടെ വിശ്വാസി സമൂഹം.